ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ്. 1ാമത്തെ ചാപ്റ്റർ എല്ലാവരും കണ്ടല്ലോ, പഠിച്ചോ? മിഡീവൽ ഇന്ത്യയെക്കുറിച്ചൊക്കെ പഠിച്ചോ? അതൊക്കെ നല്ലപോലെ പഠിക്കണം കേട്ടോ. ആ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് പാഠമാണ് ഇതും കേട്ടോ. ഇതും പഠിച്ചോണേ. 2ാമത്തെ പാഠമാണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അതായത് മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേപോലെ മനസ്സിലാകുന്നൊക്കെ രീതിയിലാണ് ഞാൻ പറയുന്നത്. നോട്ടാണ്. നോട്ട്സ് ഞാനിത് ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞതേ ഉള്ളൂ. നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വാക്കും, ഇപ്പോൾ കൾച്ചർ എന്താണ്, മൂവ്മെൻറ്റ് എന്താണ്, ഓരോന്നും ഇംഗ്ലീഷിൻ്റെ മലയാളവും പഠിച്ച് തന്നെ പോകണം കുഞ്ഞുങ്ങൾ കേട്ടോ. സോഷ്യലൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷും കൂടെ പഠിക്കാൻ പറ്റും കേട്ടോ. മനസ്സിലായോ? ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നും പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു കേട്ടോ. ഇതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു കേട്ടോ. അഥവാ ട്യൂഷനൊക്കെ നമ്മൾ പോയാൽ തന്നെ അവിടെ ഈ സ്കൂളിലെ കൂട്ട് എന്തൊക്കെയോ പറയുന്നു, അവിടെ ചെന്നിരുന്നു കേൾക്കുന്നു എന്നുള്ളൂ. ഇന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇല്ലേ, ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താ യൂട്യൂബിൽ നോക്കി ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ കണ്ടുപിടിച്ച് പഠിക്കത്തക്ക രീതികളായി. അപ്പം നിങ്ങൾക്ക് എന്താ പഠിക്കണം കേട്ടോ. പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ നോക്കൂ നിങ്ങളെ, നമുക്ക് മധ്യകാല ഇന്ത്യ അല്ലെങ്കിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്. ഇവിടെ നോക്കിക്കേ, ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് കുലശേഖര ആഴ്വാർ, അതായത് പെരുമാൾ തിരുമൊഴി. 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. എന്തുവാ? തിരുവേങ്കടമലയിൽ ഒരു പ്രാവായോ, അല്ലെ അവിടുത്തെ കുളത്തിലെ ഒരു മീനായോ, ചെമ്പകമായി മലയിലെ ഒരു തൂണായോ, ക്ഷേത്രത്തിലെ ഒരു പടിയായോ എങ്കിലും ജനിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പെരുമാൾ തിരുമൊഴി. ബോക്സിലെ മലയാളമാണ്, ഞാൻ അതൊന്നും എടുത്തതേ ഉള്ളൂ. നമുക്ക് ആൻസറിലോട്ട് കയറാം. നോക്കൂ നിങ്ങൾ, ഇതിനകത്തിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഭക്തി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഭക്തി പ്രസ്ഥാനം എന്നാൽ എന്ത് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം കുഞ്ഞുങ്ങളെ. എന്താണ് ഭക്തി മൂവ്മെൻറ്റ്? നോക്കിക്കേ, ഭക്തി പ്രസ്ഥാനം എന്നാൽ എന്താണ്? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. The ideas and activities that arise out of Bhakti are known as Bhakti movement. ഞാൻ ഈ 1ലെയും 2ലെയും കുട്ടികളെ പറയുന്ന രീതി തന്നെയാണ് നിങ്ങളിലും പറയുന്നത്. കാരണം ഓരോ വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. വായിക്കാൻ ഇപ്പം സബ്മിഷൻ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നും വായിക്കാൻ നല്ലപോലെ അറിയുന്നില്ല കുഞ്ഞുങ്ങളെ. അതാണ് നമുക്ക് പഠിക്കാൻ വയ്യ, എനിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞതിന് കാരണം അത് തന്നെയാണ്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഭക്തി മൂവ്മെൻറ്റ് ചോദിക്കുമ്പം എഴുതാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ മലയാളം മീഡിയക്കാർ ഭക്തി പ്രസ്ഥാനം എന്നാൽ എന്ത്? ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഒരെണ്ണം ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കി, 2ാമത്തെ. അപ്പം മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ നോട്ട് എഴുതുക, മലയാളം മീഡിയക്കാർ അവരുടെ നോട്ട് എഴുതുക. ഓക്കെ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അത് ടെസ്റ്റിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് എഴുതിയതേ ഉള്ളൂ. ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ പേര് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവുമാണ്. 3 ഓക്കെ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്? ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? അതും ടെസ്റ്റിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ അതിൻ്റെ മലയാളം അറിയണ്ടേ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ലവ് ആൻഡ് സബ്മിഷൻ ഓഫ് സബ്മിഷൻ ടു ഗോഡ് എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. 2 ഈക്വൽ പാർട്ടിസിപ്പേഷൻസ് ഓഫ് വുമൺ. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം കൊടുക്കുക.
മൂന്നോ ആക്സസ് ടു ആൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ആ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. അതായത് നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷത എന്താണ്, അതിനകത്തുള്ളൊരു 6 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 എഴുതിയെടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്, അത് വായിച്ച് തന്നെ പഠിക്കണേ. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ് എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം കൊടുക്കുക. ആക്സസ് ടു ആൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആ അമ്പലങ്ങളിൽ പ്രവേശിക്കാം എന്നതാണ് കേട്ടോ. എവിടെയും കയറി ചെല്ലാം എന്നുള്ള ഒരിതും കൊണ്ടുവന്നു. ആ 3 ക്വസ്റ്റ്യൻ ആൻസറും ഓക്കെ ആണോ നിങ്ങളെ കേട്ടോ? എഴുതിയെടുക്കണേ, നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കരുത്. എൻ്റെ ലിങ്ക് പ്രത്യേകിച്ച് എഴുതി തന്നെ എടുക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകത്തക്ക രീതിയിലല്ലേ ഞാൻ എഴുതി വെച്ചേക്കുന്നത്. നോക്കിക്കേ, ഇൻ വിച്ച് സ്റ്റേറ്റ് വാസ് ദ ഭക്തി മൂവ്മെൻറ്റ് പോപ്പുലർ? ഏത് സംസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം ജനകീയമായത്? ഭക്തി പ്രസ്ഥാനം പോപ്പുലർ ആയത് ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാട്. ദ വേർഡ്സ് പെരുമാൾ തിരുമൊഴി, ഈ പേരൊക്കെ നോക്കണേ കുഞ്ഞുങ്ങളെ. പെരുമാൾ തിരുമൊഴി വാസ് റിട്ടൺ ബൈ, പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നത് എഴുതിയത് ആരാണ്? ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ് കണ്ടോ. ഞാൻ ഓരോന്നും ഇട്ടിട്ടുണ്ട്. എന്താണ്? കുലശേഖര അൽവാർ. നിങ്ങൾ ഈ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. സ്പെല്ലിങ് പഠിച്ചോണേ. കുലശേഖര അൽവാർ. സ്പെല്ലിങ് പഠിക്കണേ കുഞ്ഞുങ്ങളെ. സ്പെല്ലിങ് കുലശേഖര എന്നൊക്കെ എൻ്റെ സ്പെല്ലിങ് അറിയണേ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കവികൾ ആരെല്ലാമാണ്? ദ മേജർ പോയിറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ ഭക്തി എന്ന് പറയുന്നത് പണ്ട് 2 വിധമായിരുന്നു. എന്താ? വിഷ്ണു ഭക്തരും ശിവഭക്തരുമായിരുന്നു. എന്താണ്? ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണെന്ന് ആലോചിക്കുന്നത്. ഇവിടെയൊക്കെ വിഷ്ണു ഭക്തരും ശിവഭക്തരുമായിരുന്നു. ഡിവോട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? ഭക്തർ എന്നാണ്. ഡിവോട്ടീസ് ഭക്തര്. അപ്പോൾ ശിവൻ്റെ ഉണ്ട്, അറിയാം, വിഷ്ണുവിൻ്റെ ഉണ്ട്. നോക്കിക്കേ, വിഷ്ണുവിൻ്റെ ആരാ നോക്കിക്കേ? കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, എല്ലാം ആഴ്വാറിൻ്റെയാണ് കേട്ടോ. ആഴ്വാർ ഏത് വന്നാലും അത് വിഷ്ണുവിൻ്റെയാണെന്ന് ഓർത്തോണം. ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ്, കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇംഗ്ലീഷാണ് വായിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനതിനെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് അത് വായിച്ചു വിടാം നിങ്ങളെ. വായിക്കണം കേട്ടോ. എന്താ? കുലശേഖര ആഴ്വാർ എന്നാട്ടോ. ആഴ്വാർ, പെരിയാഴ്വാർ, തമിഴുവാർ, ആണ്ടാൾ കേട്ടോ. ആണ്ടാൾ ഓക്കെ ആണോ? കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ. ഇതൊക്കെ എന്തൊരു പേരല്ലേ? നമ്മാഴ്വാർ, ആണ്ടാൾ. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ ശിവഭക്തരെ എന്ത് പറയും? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ഇല്ലയോ? ഇതിൻ്റെ എല്ലാം ഓരോ പാട്ട് ഉണ്ടല്ലയോ? സുന്ദരൻ്റെ പാട്ട്, മാണിക്യവാസകർ എന്നൊക്കെ ഓരോ ഇല്ലയോ? ക്ലൂ ഒക്കെ എങ്ങനെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ കേട്ടോ. ഇതൊക്കെ ക്ലൂ വെച്ചൊക്കെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ട, പക്ഷേ നമുക്കിവിടെ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഓർത്ത് വെക്കാൻ വേണ്ടി കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ ശിവഭക്തരുടെ ഒരു 5 പേരും വിഷ്ണു ഭക്തരുടെ ഒരു 4 കൊടുത്തിട്ടുണ്ട്, പഠിക്കണം കേട്ടോ. അടുത്ത് നോക്കിയേ, ഭക്ത പോയിറ്റ് വേർ ഡിവോട്ടീസ്. ഈ ഡിവോട്ടീസ് എന്ന് വെച്ചാൽ ഭക്തരെന്നാന്ന് ഓർത്തോണ്ടേ നിങ്ങളെ. ഓഫ് വിഷ്ണു നോണസ്. ഇനി ഈ ഭക്തന്മാരുടെ പോയിറ്റുകൾ, ഭക്ത കവികളിൽ വിഷ്ണുവിൻ്റെ ഭക്തരെ എന്താ വിളിക്കുന്നത്? അതിൻ്റെ വിഷ്ണുവിൻ്റെ ഉണ്ട്, ശിവൻ്റെ ഉണ്ട്. വിഷ്ണുവിൻ്റെ ഭക്തരെ അത് പരീക്ഷയ്ക്ക് ഉറപ്പാണ് നിങ്ങളെ. അൽവാർസ്. ഇംഗ്ലീഷും മലയാളവും എഴുതിയിട്ടുണ്ട്. അൽവാർസ്. ഓക്കെ ആണല്ലോ 7 ക്വസ്റ്റ്യനും. നിങ്ങൾ ഇത് ഞാൻ ഈ പറയുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് പഠിക്കണം കേട്ടോ. എഴുതിയെടുത്ത് പഠിക്കണേ. അടുത്ത ഭക്ത പോയിറ്റ്. മറ്റേത് ഭക്ത പോയിറ്റ് വാസ് ഡിവോട്ടീസ് ഓഫ് വിഷ്ണുവിൻ്റെ ആണെങ്കിൽ, അൽവാർസ് ആണെങ്കിൽ ശിവൻ്റെ ആരാ കുഞ്ഞുങ്ങളെ? ശിവൻ്റെ ആരാ? നായനാർസ് കേട്ടോ. മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. നായനാർസ്. ഓക്കെ ആണല്ലോ. ഇനി അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ബസവണ്ണ. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ സത്യത്തിൽ ഈ പേരൊക്കെ? ബസവണ്ണയൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. ഞാൻ പഠിക്കാഞ്ഞുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ബസവണ്ണ എന്ന് വെച്ചാൽ എന്താ? ബസവണ്ണ രൂപീകരിച്ച ഒരു ചർച്ചാ വേദിയുടെ പേരാണ് അനുഭവ മണ്ഡപം. അത് നിങ്ങളുടെ ബസവണ്ണ എന്നുള്ളതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഫസ്റ്റ് ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ബസവണ്ണ രൂപീകരിച്ച ഒരു ചർച്ചാ വേദിയുടെ പേരാണ് അനുഭവ മണ്ഡപം.
അതിപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവരൊക്കെ ഓരോന്ന് വെച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടിയതിൻ്റെ അല്ലേ. ബോറടിക്കുന്നുണ്ടോ നിങ്ങളെ? നോക്കിക്കേ. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബാസവണ്ണ ഇൻ ദ 12th century CE. ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ടോണേ. പൊതുവേ ഈ സോഷ്യൽ പഠിക്കുമ്പോൾ എന്താ എല്ലാവരും പറയുന്നത് ഒന്ന് ഉറക്കം വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഏതവസ്ഥയാണെന്ന് എനിക്കറിയില്ല. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബാസവണ്ണ ഇൻ ദ 12th century CE. അതായത് അതിൻ്റെ താഴെ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം. ഓക്കെ ആണോ? 2, നിങ്ങൾ ഈ സെൻറ്റൻസ് എഴുതുമ്പം അതിങ്ങനെ സെൻറ്റൻസ് മാറ്റി ഇത് 1, അടുത്ത നിങ്ങൾ ഇവിടെ മുതൽ പഠിക്കുമ്പോൾ 2, അത് ഉണ്ടോ ഇങ്ങനെ എഴുതി ഇങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പം നല്ലപോലെ പഠിക്കാൻ പറ്റും. അല്ലാമ പ്രഭു ആൻഡ് അഖ മഹാദേവി ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. അല്ലാമ പ്രഭു, ഓരോരുത്തരെയും പേര് ഓർത്തോണേ, മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അപ്പം നമ്മൾ പഠിക്കുന്നത് ബാസവണ്ണയെ കുറിച്ചാണ് കേട്ടോ. ഇതാണ് ബസവണ്ണയെക്കുറിച്ചാണ്. ബാസയല്ല കുഞ്ഞുങ്ങളെ, ബസവണ്ണ. ഈ ബസവണ്ണയുടെ ഒരു 3 വരി മാത്രം ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ആരാണ് ഇത്? 12ാം നൂറ്റാണ്ടിലാണ്. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ഒരു ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. 1ാമത്തെ വരിയൊക്കെയാണ് കുഞ്ഞുങ്ങൾ. എന്താണ്? അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബാസവണ്ണ ഇൻ ദ 12th century CE. എന്നാൽ ഇതിനൊക്കെ നേതൃത്വം നൽകിയതാരാ? എന്തായാലും കുറേ ആൾക്കാർ കാണുമല്ലോ. ആരാ കുഞ്ഞുങ്ങളെ? അല്ലമ പ്രഭുവും അക്ക മഹാദേവിയുമാണ് ഈ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തതോ. പിന്നോ എവരി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. എവരി വൺ was allowed to participate in the discussions irrespective of caste and gender. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്ന് വെച്ചാൽ ജാതി, കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി, ജെൻഡർ എന്ന് വെച്ചാൽ ആണാന്നോ പെണ്ണാന്നോ ഒക്കെ ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ ആണെന്നോ പെണ്ണെന്നോ ആരെന്നോ ഒന്നുമില്ല ഇവിടെ. ആർക്ക് വേണമെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. ആരുടെയാ? ബസവണ്ണയെക്കുറിച്ചാണ്. ബസവണ്ണ സ്ഥാപിച്ച ഒരു ചർച്ചാ വേദിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 3 വരിയെ ഞാൻ എഴുതിയിട്ടിട്ടുള്ളൂ. ആദ്യം ഇത് എന്നാണ്, ഏത് നൂറ്റാണ്ടിലാണ്, ആരാണ് സ്ഥാപിച്ചത്. 2ാമത്തെ 2 പേര് ഇതിനകത്തിൽ ചർച്ചയിൽ നേതൃത്വം കൊടുത്തെന്നും 3ാമത്തെ എന്താ, ആർക്ക് വേണമെങ്കിലും, ഒരു ജാതി മതം ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് അല്ലെ പങ്കെടുക്കാം എന്നുമാണ് ഈ 3 വരിയിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? എഴുതിയെടുത്തോണേ കേട്ടോ. കുഞ്ഞു 3 വരികളാണ്, വലിയ നോട്ടുകളൊന്നും തന്നില്ല. ഈ ചെറിയ വാക്കുകൾ നോക്കി. പിന്നെ ഇതിനകത്തിൽ നമുക്കിപ്പം അനുഭവ മണ്ഡപം എന്നുള്ളതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ പേരതാണ് അല്ലേ. പിന്നെ സ്പിരിച്വൽ ഫോറം എന്ന് വെച്ചാൽ എന്താണ്? ആത്മീയ ചർച്ചാ വേദി. അതിനെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോക്കിക്കേ, ചെറിയ വാക്കുകൾ നോക്കി. അതല്ലെങ്കിൽ നിങ്ങൾ ബാക്കിലോട്ടൊന്ന് അടിച്ചിട്ട് ഞാൻ വായിച്ചത് നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ വാക്കുകൾ ഏത് വാക്കാന്ന് മനസ്സിലാകും കുഞ്ഞുങ്ങളെ. വെറും 10 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഈ ചാപ്റ്ററിൽ എഴുതിയിട്ടുള്ളൂ, കാരണം നിങ്ങൾ കുറേശ്ശെ പഠിച്ചാൽ മതി കേട്ടോ. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടോ. മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദ വീരശൈവ മൂവ്മെൻറ്റ് ആർ ഗിവൺ ബിലോ. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആക്ടിവിറ്റീസുകൾ എന്തെല്ലാമാണ് അറിയാം ഞങ്ങളെ. ഓരോ ക്ലൂ ഓർത്തോ. മുമ്പ് നമ്മൾ പഠിച്ച ബസവണ്ണ അല്ലേ, പേര് ബസവണ്ണ, പേര് ഓർത്തോണേ. ഇപ്പം നമ്മൾ പഠിക്കുന്നത് വീരശൈവ പ്രസ്ഥാനം. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ ആക്ടിവിറ്റീസുകൾ നോക്കൂ ഞങ്ങളെ. 1ാമത്തത് Brahmanical supremacy and the authenticity of the Vedas were questionized. ബ്രാഹ്മണിക്കൽ എന്ന് വെച്ചാൽ ബ്രാഹ്മണം അല്ലേ. സുപ്രീമസി എന്ന് വെച്ചാൽ മേധാവിത്വമാണ് കേട്ടോ. വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു എന്നാണ്. എന്താ ഞങ്ങളെ? ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ്, അതൊരു ഇതാട്ടോ, ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയുന്ന ഒറ്റ വാക്കാണ്. ആൻഡ് ദ ഒതൻറ്റിക്കലി ഓഫ് ദ വേദാസ് വേർ ക്വസ്റ്റ്യനൈസ്ഡ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു എന്നാണ് 1ാമത് പറയുന്നത്. 2 മോണോത്തീസം എന്നാണ്. ഞാനവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വായിക്കാൻ അത് ബുദ്ധിമുട്ടും. മോണോത്തീസം വാസ് എൻകറേജ്ഡ്. അവർ ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു.
ഒരു ദൈവം മതി എന്നുള്ളതിൽ പ്രോത്സാഹിപ്പിച്ചു. പിന്നോ കൺവിൻസ്ഡ് ദ പീപ്പിൾ എബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. നിങ്ങൾ ഇതിങ്ങനെ ഒത്തിരിയും തോന്നുന്നതും മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയം രണ്ടും എഴുതിയത് കൊണ്ടാണ് നിങ്ങൾക്കങ്ങ് വലിയ എന്തോ ഒത്തിരി കിടക്കുന്ന പോലെ തോന്നുന്നത്. പേടിക്കേണ്ട പറഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്രം നിങ്ങളൊന്ന് സെപ്പറേറ്റ് മാറ്റി എഴുതിയെടുത്തേ, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഈ ടെസ്റ്റിലെ ഏറ്റവും ചെറിയ സെൻറ്റൻസ് നോക്കി നിങ്ങൾക്ക് എഴുതിയതാണ് കേട്ടോ. എന്താണ് മൊണോത്തിസം വാസ് എൻകറേജ്ഡ് എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസത്തെ അവരെ എൻകറേജ് ചെയ്തു എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിച്ചു. കൺവിൻസ് ചെയ്തു ദ പീപ്പിൾ എബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം എന്തുവാന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. എന്താ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരെന്ത് ചെയ്തു, നിങ്ങൾ ചെയ്യുന്ന ജോലികളുടെയും അല്ലെ അധ്വാനത്തിൻ്റെയും മഹത്വം എന്തുവാന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. പിന്നെ ഹി ഒപ്പോസ് ചെയ്തെന്ന് വെച്ചാൽ എതിർത്തു. എന്താ ചൈൽഡ് മാരിയേജ് ആൻഡ് എൻകറേജ്ഡ് മാരിയേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരിയേജ്. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹമോ അല്ലെ വിധവാ പുനർവിവാഹമോ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കൊച്ചു പിള്ളേരെയൊക്കെ 10-12 വയസ്സുള്ള പിള്ളേരെ ശൈശവ വിവാഹം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എന്താണ് അതെല്ലാം അങ്ങ് എതിർത്തു. ഒപ്പോസ് ചെയ്യുക വെച്ചാൽ എതിർക്കുക എന്നാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, കറേജ്ഡ് മാരിയേജ് എൻകറേജ്ഡ് മാരിയേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരിയേജ് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്നും വിധവകളായി നിൽക്കുന്നവർക്കൊക്കെ വീണ്ടും കല്യാണം കഴിക്കാം, പുനർവിവാഹം ചെയ്യാമെന്നും ഒക്കെ ഉള്ളതിനെ പിന്നീട് അവരെന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ 4 എഴുതിയെടുത്ത് തന്നെ പഠിക്കണേ കുഞ്ഞുങ്ങളെ, എഴുതിയെടുക്കണേ. അടുത്ത 5-ാമത്തേത് മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തെല്ലാമാണ്. നമ്മൾ ബസവണ്ണയെക്കുറിച്ച് പഠിച്ചില്ലേ, അദ്ദേഹം മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടി. എന്നിട്ട് അദ്ദേഹം സന്ദേശങ്ങൾ പറഞ്ഞ എന്താണ്, ബസവണ്ണാസ് മെസ്സേജ് ഹൈലൈറ്റ് ഹ്യൂമനിസം ആൻഡ് ഇക്വാളിറ്റി. അദ്ദേഹം ഒന്നാമത് പറഞ്ഞ എന്താ, ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻസ് ആർ ഗുഡ് ദ നേഷൻസ് വിൽ പ്രോസ്പർ. നിങ്ങളുടെ തോട്ടും ആക്ഷനും ചിന്തയും പ്രവൃത്തിയും ആർ ഗുഡ് നന്നായാൽ ദ നേഷൻസ് വിൽ പ്രോസ്പർ. നിങ്ങളുടെ രാഷ്ട്രം ഉയർച്ച നേടും എന്നാ പറയുന്നത് ഇല്ലേ. നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും നന്നായാൽ നിങ്ങളുടെ രാഷ്ട്രവും ഉയർച്ച നേടും. ആൾ ഹ്യൂമൻ ബീയിങ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. അത് ഏത് ജാതി ആയിക്കോട്ടെ, അവർക്കെല്ലാം അവരുടെ അവകാശങ്ങൾക്ക് തുല്യമാണെന്ന് കൊടുത്തു. ആൾ ഹ്യൂമൻ ബീയിങ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. പിന്നോ ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ഇടനിലക്കാരൻ്റെ ആവശ്യം ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. ഇന്റർമീഡിയറീസ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. 10 ക്വസ്റ്റ്യൻ ആൻസർ ആണ് കുഞ്ഞുങ്ങളെ ഈ പാഠത്തിൽ ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലാവുന്നുണ്ടോ, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാനിത് ഇട്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുഞ്ഞുങ്ങളുടെ അടുത്തൊന്ന് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായിക്കാൻ വലിയ പാടാണ്. എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അവർക്ക് വായിക്കാൻ അറിയത്തില്ല, എന്നാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ വാക്കുകൾ കുറേയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകരിക്കുമെന്നേ എനിക്ക് പറയാം. കാരണം നിങ്ങളിപ്പം 7-ലായതേ ഉള്ളൂ, ഇനി നമുക്ക് 8, 9, 10 ഒക്കെ പഠിക്കണമെങ്കിൽ സോഷ്യലിൻ്റെ ഇങ്ങനെ കുറേ വാക്കുകൾ കേട്ടോ, ഒപ്പോസ് ചെയ്യുക, പിന്നെ അതുപോലെ ഹൈലൈറ്റ് ചെയ്യുക, ഹ്യൂമാനിസം, ഇക്വാളിറ്റി, ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയണം കുഞ്ഞുങ്ങൾ കേട്ടോ. ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ എന്തൊക്കെയാണെന്ന്, വർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നും ഒക്കെ നമുക്ക് അറിയണം കേട്ടോ. അപ്പോൾ ഇതിനകത്തിലെല്ലാം മലയാളത്തിലും എഴുതി വെച്ചേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൻ്റെ മലയാളം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിൽ തങ്ങി നിൽക്കും എന്നൊരു ഉറപ്പിന്മേലാണ് ഞാൻ ഈ ലിങ്ക് ഇടുന്ന കുഞ്ഞുങ്ങൾ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 2-ാമത്തെ പാർട്ട് ഇടാം. അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ ആണല്ലോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് ചെയ്യണേ കുഞ്ഞുങ്ങളെ. ലൈക്കും കമൻറ്റും പോരട്ടെ, ഇഷ്ടം പോലെ പോരട്ടെ. എൻ്റെ പിള്ളേരുടെ ലൈക്കും കമൻറ്റും കണ്ടതിന് ശേഷമാണ് ഞാൻ അടുത്ത ലിങ്ക് ഇടുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.